ഞാൻ പിന്നെ ജസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ച ചേച്ചി. ഞാൻ പിന്നെ വീട്ടില് ആരും ഉണ്ടാവൂലോ, ഉണ്ടാവോന്ന് അറിയാണ്ട് ഉം, വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവൾ പിന്നെ ഷോപ്പിൽ പോകുന്നതല്ലേ കാലത്തെ, ഉം. വൈകിട്ടല്ലേ വരത്തുള്ളൂ. അപ്പൊ അതെ അതെ. നീ ഉണ്ടാവോ ഇവിടെ? ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എപ്പോഴാ വരുന്നെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, ഉം. ഞാൻ നോക്കിയിട്ട് ഇറങ്ങാം. പിന്നെ നോക്കിട്ട് വീട് പൂട്ടിയിട്ടുണ്ടെങ്കിലേ നമുക്ക് എടുക്കാൻ ഒക്കത്തില്ലല്ലോ. ഇല്ല, അമ്മ ഷോപ്പിൽ പോകത്തേ ഉള്ളൂ, ഞാൻ ഇവിടെ കാണും. ചേച്ചി വന്നാ മതി. ഇപ്പൊ നാളെ രാവിലെ ആണെങ്കിലും അമ്മ ഷോപ്പിൽ പോകും. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഷോപ്പില്ലാത്തത്. നാളെ വന്നിട്ട് ബാക്കി എടുക്കട്ടെ എന്നാ. ബാക്കി എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ട്. ചേച്ചി നാളെ വന്നോ, എനിക്ക് നാളെ പിന്നെ ഞാൻ ഉണ്ട്. ഞാൻ അവളുടെ അടുത്ത് തന്നെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് നാളെ ഞാനുണ്ട്, മറ്റന്നാള് ഞാൻ കാണത്തില്ല. അപ്പൊ നാളെ തന്നെ വന്നോ. അല്ല, ഞാൻ പുറത്തൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങ് ആ സൈസൊക്കെ ഒന്നും കറക്റ്റ് ആവാറില്ല ഫ്രണ്ടിലെ. ഉം, ഉം, അപ്പൊ ഇവളാവുമ്പോ കറക്റ്റായിട്ട് ചെയ്തു തരും. അമ്മയാ? ഉം. അമ്മ നല്ലതായിട്ട് തയ്ക്കും. ഒത്തിരി പേരൊക്കെ ഇവിടെ വരാറുണ്ട് അല്ല, എനിക്ക് ഫ്രണ്ട് തയ്പ്പിക്കാൻ. കുറച്ച് അധികം ഉള്ളോണ്ടേ ആ അങ്ങ് സെറ്റ് അത് ആവാറില്ല. അതിനല്ലേ ഞാൻ വിളിച്ചത് തന്നെ. നീ നോക്കിയായിരുന്നോ? പിന്നെ നോക്കാതെ. ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി ശരിക്കും. ഇത്രയും ഇങ്ങനെ വന്നേന്ന് ഞാൻ വിചാരിക്കുന്നേ. നീ ഭയങ്കരമായിട്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നോക്കുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ നോക്കാതെ അവിടെ മാത്രമേ ഞാൻ നോക്കുന്നേ, ശരിക്കും നോക്കാറുണ്ട്. ഞാനേ എന്നിട്ട് ഒരു കൗതുകം കൊണ്ട്, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ അമ്മ തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മ അറിയാണ്ട് മെല്ലെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കല്ലയോ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് നേരത്തെ തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണണമെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും വലുതോ, അയ്യോ, എങ്ങനെ ഇത്രയും വലുതായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ വരുമ്പോഴേ ഒന്നിട്ട് നോക്ക്. എൻ്റെ റൂമിൽ വന്നാൽ മതി. അപ്പൊ അവിടെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് അപ്പൊ കറക്റ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോ ഏ ഓക്കെ, നോക്കാം. അല്ല, നോക്കാന്നല്ല, ഇട്ട് നോക്ക്. നിനക്ക് കാണാൻ വേണ്ടിട്ടാണോ അത്? അതെ 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 അതെ. കാണാനൊരു കൊതി. എങ്ങനുണ്ട്? അപ്പോ ഡയറക്റ്റ് ഇടേണ്ടി വരത്തില്ലേ അയച്ചിട്ട്? അതിനെന്താ, ഞാനല്ലേ ഉള്ളു അവിടെ, കുഴപ്പമില്ലല്ലോ. എനിക്കത് എനിക്ക് കാണാമല്ലോ, എനിക്കത് കാണണം ഒരു എനിക്കൊന്ന് കൊതി. എന്നെ കൊണ്ടൊന്ന് അവിടെ ആ, അത്ര കൊതിയുണ്ട്. ചെയ്യിക്കണം എന്നുണ്ടായിരുന്നു. ആ, അതൊക്കെ ചെയ്തു തരാം. എനിക്ക് അല്ല, ആദ്യം നിന്റെ നോട്ടം ഭയങ്കര കൊതിപ്പിക്കുന്ന നോട്ടം. അല്ല, എനിക്ക് ആദ്യം വേണ്ടത് വീട്ടില് അതിട്ടിട്ടുണ്ടോന്ന് വേറെ അറിയാം. ആരും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? ആരുമില്ല, അമ്മ രാവിലെ പോവും. ചേച്ചിക്ക് വന്നാൽ മതി. ഒരു 10 മണിയാകുമ്പോൾ പോരും. പിന്നെ എനിക്ക് ഇട്ടൊന്ന് കാണണം, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പെരുമാറണം. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തോ? നിന്റെ ഒന്ന് കാണണമായിരുന്നു. അത് കാണിച്ചു തരുമല്ലോ, അതെന്തായാലും ഉറപ്പായിട്ടും കാണിക്കുമല്ലോ. ഉറപ്പായിട്ടും കാണിക്കാം. ഞാനത് കയ്യിലിട്ടൊന്ന് ഉം അതിലല്ല കയ്യിലിട്ടൊന്ന് പെരുമാറാൻ. ഞാൻ എന്നും രാത്രിയിൽ ഇത് തന്നെ പരിപാടി ഓർത്തിട്ട്. പ്രത്യേകിച്ച് ഞാൻ ആഹാ. ആ ഇതിപ്പോ അമ്മ ഇന്നലെ ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവളോട് പറയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു കൊതിയായി. ഇത് ഇത്രയും വലുതാണോ? നമ്മൾ പുറമേ നോക്കുമ്പോ തന്നെ വലുതാ. അപ്പൊ പിന്നെ കാണുമ്പോ എന്തോ ആയിരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഇത് ഇത്രയും ഇങ്ങനെ അവളെപ്പോഴാ പോകുന്നേ? മുഴച്ചിരിക്കുന്ന 9:30 ആകുമ്പോ പോകും. അപ്പൊ ഞാനൊരു 10 മണി കഴിയുമ്പോ വരാം. പിന്നെ 9:30 എന്നിട്ട് പോയിട്ട് 5:30 അവിടെ ആകുമ്പോ അടയ്ക്കത്തുള്ളൂ. അവിടെ കുറച്ചു നേരം നിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അവർ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഉച്ചക്ക് മുന്നേ ഇവിടെ ഇങ്ങോട്ട് അമ്മ വന്നു. അമ്മ ഉച്ചയ്ക്ക് ചോറും കൊണ്ടാ പോകുന്നത്. പിന്നെ 5:30 ആയിട്ടേ കട അടയ്ക്കത്തുള്ളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഒരു ഉച്ച വരെ വേണമെങ്കിൽ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. അച്ഛൻ ഇവിടെ കാണത്തില്ല. അപ്പൊ നീ നന്നായിട്ടൊന്ന് പെരുമാറും. നന്നായിട്ട് എത്ര നാളത്തെ പുതിയ ഞാനേ ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു. ഞാൻ മെല്ലെ അമ്മ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് എടുത്തോണ്ട് എന്റെ റൂമിൽ പോയായിരുന്നു. എന്നിട്ട് റൂമിൽ പോയിട്ട് അത്യാവശ്യം ചില പരിപാടികളൊക്കെ ചെയ്തു. അതിലിട്ടിട്ടോ? ഉം.
അതിലിട്ടിങ്ങനെ ചെയ്യുകയും പിന്നെ കുറെ ടൊരയ്ക്കുകയൊക്കെ ചെയ്ത് നല്ല അപ്പൊ സുഖമായിരുന്നു അത്. അതിലൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ആയി, ഞാൻ നൈസായിട്ട് അത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ആഹാ. ചേച്ചി ഇനിയിപ്പോ ഇനിയിപ്പോ നാളെ വന്നു കഴിഞ്ഞാ ഡയറക്റ്റ് ഒഴിക്കാലോ. ഡയറക്റ്റ് കഴിക്കാം. അല്ലെ കൊതിയുള്ളോണ്ടേ പെട്ടെന്ന് പക്ഷെ വരുമോ അതങ്ങനെ ഇപ്പൊ. ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ, ഇങ്ങനെ വീട്ടിൽ വരുമ്പോ കൊതി ഇപ്പൊ കണ്ടിട്ട് ഇങ്ങനെ. ഉള്ളതുകൊണ്ടേ ഉം. പെട്ടെന്ന് വരുമായിരിക്കുമല്ലോ. അല്ലാതെ ഒരു ഭയങ്കര ഫീലായിരുന്നു ഇങ്ങനെ വീട്ടിൽ വരുന്നത് ഇങ്ങനെ കണ്ടിട്ട് ഓർത്തിട്ടൊക്കെ ഇങ്ങനെ. പിന്നെ അത് ബ്ലൗസ് ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് അത് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് ഒരിക്കൽ ഇതുപോലെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നീയായിട്ട് പറയട്ടെ. ആഹാ, നല്ല തന്നെ. ഞാനിത് രാത്രി എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് ഇത് തന്നെ പരിപാടി. അപ്പൊ ഒരു പക്ഷെ കാര്യം ചെയ്യാം, രാവിലെ ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് അല്ല ഇടയ്ക്കിടയ്ക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ അമ്മ കൊടുക്കാം. വെച്ചിരിക്കുന്ന ആ ഷെൽഫില്ലേ, തയ്ച്ചു വെച്ച കുറെ ബ്ലൗസ് തയ്ച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെക്കുന്ന ഒരു ഷെൽഫുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഞാൻ എടുത്തോണ്ട് വരുന്നത്. അപ്പൊ രാവിലെ ഞാൻ വീണ്ടും തിരിച്ച് അവിടെ കൊണ്ട് വെക്കും. വെച്ചിട്ട് രാത്രി ആകുമ്പോ നൈസായിട്ട് പോയി അറിയാതെ എടുക്കും. അറിയത്തില്ല, രാത്രി ഇപ്പൊ ചെക്ക് ചെയ്യത്തില്ല, നോക്കത്തില്ല. അപ്പൊ എടുത്തിട്ട് ഇത് തന്നെ പരിപാടി. രാവിലെ ആകുമ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ നീറ്റാക്കി ക്ലീൻ ആക്കി തുടച്ചൊക്കെ വെച്ച് ഒരുമാതിരിയൊക്കെ സെറ്റ് ആക്കിയിട്ട് കൊണ്ട് വെക്കും. വൈകിട്ടാകുമ്പോ 2 ദിവസമായിട്ട് ഇത് തന്നെ പരിപാടി. അപ്പം തന്നെ കൊതിയാവും. നല്ല രസമാണ്. ഒന്നും വിടാണ്ടേ അങ്ങോട്ടേക്ക് രാത്രി ഇങ്ങനെ കിടന്നിട്ട് എല്ലാവരും താഴെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? താഴെ ചെയ്യണം. പിന്നെ എനിക്ക് അതിലും കൊതി മണ്ടയ്ക്ക്, അതാണ് എനിക്ക് വേണ്ടത്. താഴത്തെ കാര്യം ചെയ്യാം, അത് മെല്ലെ. അവിടെ എന്തായാലും ആദ്യം നനയല്ലോ. അത് അല്ല, രണ്ടുപേരുടെ ആദ്യം ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. എത്ര ദിവസത്തെ കൊതിയാ, പ്രത്യേകിച്ച് ഇത് കണ്ടതിന് ശേഷം. ആദ്യം അവിടെ താഴെ തന്നെ. നല്ല സൈസ് ആണ് കേട്ടോ, എനിക്കിഷ്ടമാണോ. പിന്നെ അതല്ലേ വേണ്ടത്. അല്ല, നീ നീ മോളില് ജസ്റ്റ് ഒന്ന് നോക്ക് താഴെ. അപ്പോ നാളെ ഇപ്പം വരുമ്പോ മോളില് മുഹൂർത്തം കഴിയുമ്പോൾ തന്നെ കുറെ സമയം എടുക്കും. അത്യാവശ്യം സമയം എടുത്ത് വേണം ചെയ്യാൻ. മുകളിലത്തെ നല്ല സമയം വെള്ളം എടുക്കും. കൊളുത്തതോ. അതാ പറഞ്ഞേ, അത് നന്നായിട്ട് പെരുമാറാൻ തന്നെ സമയം എടുക്കും. അത്യാവശ്യം നല്ല സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മെല്ലെ. അത്രക്ക് ഇഷ്ടമാണോ നിനക്ക്? ഇഷ്ടമായി. ഞാൻ ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു, പിന്നീടാണ് വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത്. ഒരു അതങ്ങനെ കാര്യം ചെയ്യേ, അങ്ങനെ വരുന്നത് ഇത് കൊണ്ട്. ഞാൻ എന്തായാലും ഡയറക്റ്റ് ഇതിട്ട് നോക്കുവല്ലേ ചെയ്യാ ബ്ലൗസ്. ശരിക്കും സത്യം പറഞ്ഞ നമ്മളിങ്ങനെ ഇങ്ങനെ ചേച്ചിയിടയ്ക്ക് ഇങ്ങനെ കുനിയുമ്പോഴൊക്കെ അമ്മ അടുത്ത് ഇങ്ങനെ കുനിയത്തൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ നൈസായിട്ട് നോക്കാറുണ്ടോ. അപ്പൊ തന്നെ അത്രയും ഭയങ്കര ഇതല്ലേ, അയ്യോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇത്രയും വലുതായിരിക്കും. ഫസ്റ്റത്തെ നീ ആദ്യത്തെ കളയുന്നത് അതിലിട്ടിട്ട് കളഞ്ഞു, പിന്നെ താഴെ ചെയ്താൽ മതി. ഫസ്റ്റിലത്തെ മുകളിലത്തെ അതിലിട്ടിട്ട് കളഞ്ഞു. അതെന്തായാലും ഞാൻ കൊതിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അത് എനിക്ക് എപ്പോഴാണ് അങ്ങനെ കൊതി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി എടുത്തോണ്ട് പോയപ്പോഴും എനിക്ക് തോന്നി അങ്ങനെ ഒരു ഐഡിയ, ഒരു കൊതി എനിക്ക് തോന്നി. പക്ഷെ പിന്നെ ചേച്ചിയോട് അങ്ങനെ പറയുമെന്ന് ഓർത്തിട്ടാ ഒരിത്. ചേച്ചി ഇടയ്ക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കൊതിയുണ്ടോ. വെട്ടിലിട്ട് ഇങ്ങനെ കളിക്കത്തില്ലേ, അത് അങ്ങനെ അങ്ങനെ കളഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടായി. അടുപ്പിച്ച് വെച്ചാ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അടുപ്പിച്ചു വെച്ചിട്ട് ആദ്യം അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത് നമുക്ക് മെല്ലെ താഴോട്ടേക്ക് പോവാം. എന്തായാലും വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. ചേച്ചി നാളെ ഫ്രീ അല്ലേ? ഫ്രീ ആണ്. അപ്പൊ രാവിലെ ഒരു 10-10:30 വന്നേക്ക്. പിന്നെ അമ്മയടുത്ത് തന്നെ സ്ഥിരം കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, എനിക്കിങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ അല്ലേ കിട്ടേണ്ടത്. നല്ല നിൽക്കുന്ന ഇങ്ങനെ നല്ല പ്രായമല്ലേ. നിനക്ക് കുറച്ച് അല്ല, ഞങ്ങളുടെ പ്രായത്തിലുള്ളവരെ തോന്നുന്നു കൂടുതൽ. പിന്നെ അതൊരു പ്രത്യേക വൈബല്ലേ, രസമല്ലേ. നിങ്ങൾക്കും ഭയങ്കര ഇതായിരിക്കുമല്ലോ, തൃപ്തിയായിരിക്കുമല്ലോ.
പറയേണ്ട അതുകൊണ്ട് അങ്ങനെ കാര്യമില്ല. പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നാളെ രാവിലെ ഒരു 10:30 പോകുന്നത്. അമ്മ ഒരു 9:30 9:45 പോകും. ഉം. പിന്നെ 5 മണി 5:30 ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ കുഴപ്പമില്ല. അച്ഛനും പോവും. പിന്നെ പ്രശ്നമില്ല. പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത് ഇതിട്ടിങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഉം. കൺകുളിർക്കെ ഒന്ന് കാണണം. എനിക്ക് തോന്നുന്നു അങ്ങനെ കാണുമ്പോ തന്നെ ചാടി തുടിക്കും. കളിച്ചു വരുന്നു. ഉറപ്പായിട്ടും. അത് സംശയമുണ്ടോ? ഇട്ട് ചെയ്യേണ്ട നിസാരം ഇതുകൊണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. നിസാരം ഇതുകൊണ്ട് പോകുമ്പോ തന്നെ അങ്ങനെ ആവും. വൈകിട്ടേ